സൂര്യയുടെ ഒക്ടോബർ മാസം റിലീസ് ഉറപ്പിച്ച സിനിമയായിരുന്നല്ലോ കങ്കുവ. ഈ സിനിമ ഇപ്പോഴത്തെ ഒക്ടോബറിൽ നിന്നും പോസ്റ്റ്പോണ്ട് ചെയ്ത് പോയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒക്ടോബർ മാസം പല ഭാഷകളിൽ നിന്നും ഒരുപാട് സിനിമകളെല്ലാം റിലീസിന് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും സിനിമയുടെ റിലീസ് ഇപ്പോൾ നീണ്ടുപോകാൻ കാരണമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ഇപ്പോൾ സോളോ റിലീസായിട്ടാണ് ഈ സിനിമയെ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും സിനിമ ഇപ്പോൾ നവംബർ മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം പ്രതീക്ഷിക്കാം. വിജയ ചിത്രം ഗോട്ട് സിനിമയിൽ വിജയകാന്ത് ഉണ്ടായേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നു. ഇപ്പോൾ അത് കൺഫേം ആക്കിയിരിക്കുകയാണ് വിജയകാന്തിന്റെ വൈഫായ പ്രേമലത. സിനിമയിൽ AI ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ സിനിമയിൽ വിജയകാന്തിനെ കൊണ്ടുവരുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ സിനിമയിൽ വിജയകാന്തിന് നല്ല ഭാഗങ്ങളാണ് വിജയോടൊപ്പം ഉണ്ടാകുമെന്നും ഇപ്പോൾ പ്രേമലത പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയിൽ മികച്ചൊരു വേഷം തന്നെ വിജയകാന്തിന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഹൃത്തിക് റോഷൻ നായകനാവുന്ന അടുത്ത ആക്ഷൻ സിനിമയാണല്ലോ വാർ 2 എന്ന ചിത്രം. സിനിമയിൽ ഇപ്പോൾ കിയാര അഡ്വാനി ജോയിൻ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ മുംബൈയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സർഫിറ എന്ന സിനിമയ്ക്ക് ശേഷം അക്ഷയ് കുമാറിന്റെ അടുത്തൊരു സിനിമ വരുന്നു. ഇതൊരു ആക്ഷൻ ഫിലിം ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സിനിമ സംവിധാനം ചെയ്യുന്നത് ഡയറക്ടർ മിലാൻ ലുത്രയും കൂടിയാണ്. സിനിമ നിർമ്മിക്കുന്നത് വാർ സിനിമയുടെ സംവിധായകനായ സിദ്ധാർത്ഥ ആനന്ദാണെന്ന റിപ്പോർട്ടുകൾ. കാർത്ത ചിത്രം സർദാർ 2 സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ EVPയിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി സിനിമയുടെ രണ്ടാമത്തെ ഷെഡ്യൂൾ ഇപ്പോൾ അടുത്ത മാസം സെപ്റ്റംബർ 5-ന് തലൈക്കോണത്തിലായിരിക്കും ആരംഭിക്കുക. തങ്കലാൻ എന്ന സിനിമയ്ക്ക് ശേഷം പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന അടുത്തൊരു സിനിമയുടെ ഒരു ഹിന്റ് ഇപ്പോൾ പാരഞ്ജിത്ത് തന്നെ തന്നിരിക്കുകയാണ്. അടുത്ത സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഇപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നും കൂടാതെ തന്നെ അതിൽ വലിയൊരു ഹീറോ ആയിരിക്കും നായകനായി എത്തുക എന്നാണ് ഇപ്പോൾ പാരഞ്ജിത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ സൂര്യ നായനാക്കി ചെയ്യാനിരിക്കുന്ന ജർമ്മൻ എന്ന സിനിമയായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ സിനിമയുടെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം എന്തായാലും പ്രതീക്ഷിക്കാം. ധൂം സിനിമയുടെ 4ാം ഭാഗം വരുന്നു. സിനിമയിൽ ഇപ്പോൾ രൺബീർ കപൂർ നായകനായി എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ റൂമറുകൾ. കൂടാതെ സിനിമയുടെ ഡിസ്കഷൻ വർക്കുകളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനിമൽ എന്ന സിനിമയ്ക്ക് ശേഷം രൺബീർ കപൂറിന്റെ അടുത്തൊരു സിനിമ വരുന്നു. സിനിമയുടെ പേര് ഇപ്പോൾ ലവ് ആൻഡ് വാർ എന്നായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രൺബീറിനെ കൂടാതെ തന്നെ ഈ സിനിമയിൽ ആലിയ ഭട്ടും വിക്കി കൗശലും ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ ഷൂട്ട് ഈ വർഷം ഒക്ടോബറിലായിരിക്കും ആരംഭിക്കുക. ശിവകാർത്തികേയൻ നായകി വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരുമെന്ന് നേരത്തെ റൂമറുകളെല്ലാം വന്നിരുന്നു. ഇപ്പോൾ അത് കൺഫേം ചെയ്തിരിക്കുകയാണ് സംവിധായകനായ വെങ്കട് പ്രഭു. നിലവിൽ ശിവകാർത്തികേയന്റെ സിനിമകൾക്ക് ശേഷം ഈ സിനിമ ആരംഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ഡയറക്ടർ വെങ്കട് പ്രഭു തന്നെ പറഞ്ഞിട്ടുള്ളത്. ആസിഫ് അലി നായകനാവുന്ന അടുത്ത സിനിമയാണല്ലോ രേഖാചിത്രം. സിനിമയുടെ ഡബ്ബിംഗ് വർക്കുകളെല്ലാം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് ടീം പ്ലാൻ ചെയ്യുന്നത് ഈ വർഷം ഡിസംബർ റിലീസായിട്ടായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്.